നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. വളരെ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. ശ്രീ എം.ടിയുടെ മരണം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതൊരു മുഖസ്തുതിയൊന്നുമല്ല. 1984 ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹം ആശുപത്രിയിലാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ കുറേ നാളുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ അദ്ദേഹം മകളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ബാഗും തൂക്കി വരുന്ന വരവ് കണ്ടപ്പോൾ അദ്ദേഹം കാറിൻ്റെ ഡോർ ഗ്ലാസ് തുറന്ന് സിനിമയിൽ അഭിനയിക്കാനാണോ, ചാൻസ് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അത് കേട്ട് യാത്ര ചെയ്ത് ക്ഷണിച്ചുവെന്ന് ഞാൻ അദ്ദേഹത്തോട് മറുപടി വന്നു, സാർ, ഞാൻ ശരവൺ മഹേശ്വറാണ്. സിനിമയിൽ അഭിനയിക്കാനൊന്നും വന്നതല്ല. എൻ്റെ ഒരു നോവലിന് ഒരു പ്രൊഫൈസ് എഴുതുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയാനായിട്ടാണ് വന്നത്. ഓ, ക്ഷമിക്കൂ, വരുന്നവരെല്ലാം ഈ ആവശ്യവുമായിട്ടാണ് എന്നെ കാണാൻ വരുന്നത്. ശരവൺ മഹേശ്വരൻ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പല കത്തുകൾ അയച്ചതും ശങ്കരം നോവലിൻ്റെ കൈയെഴുത്ത് പ്രതി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് അയച്ചെന്ന ആ വ്യക്തി തന്നെയല്ലേ? ഞാൻ പറഞ്ഞു, അതെ സർ. ഞാൻ എന്തായാലും മോളെ സ്കൂളിൽ വിട്ടിട്ട് വരട്ടെ, എന്നിട്ട് എന്നെ കാണാൻ പാരമൗണ്ട് ലോഡ്ജിൽ വരൂ, അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അവിടെ ഋതുഭേദത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുകയാണ്. ശരി സാർ എന്ന് പറഞ്ഞേക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നമ്മൾ വേണ്ട സാർ. അദ്ദേഹം കാറുമായിട്ട് മുന്നോട്ട് പോയി. ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് നിന്ന് തിരിഞ്ഞ് നടന്ന് ഞാൻ താമസിച്ച ഹോട്ടലിൽ പോയി. പുളിയെല്ലാം കഴിഞ്ഞൊരു 10-10:30 മണി സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാനിത് പറയാൻ കാര്യം, അവിടെ ചെല്ലുമ്പോൾ സംവിധായകനും നടനുമായ പ്രതാപപോത്തനുണ്ട്, പ്രൊഡ്യൂസർ BBK മേനോനുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞു, സാർ, എൻ്റെ ശങ്കരൻ നോവലിനൊരു പ്രിഫേസ് എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടും വളരെ വിഷമത്തോടും എൻ്റെ അടുത്ത് പറഞ്ഞു, ശരവണ, ഞാനൊരു സ്ക്രിപ്റ്റ് വർക്കിൻ്റെ ചിന്തയിലാണ്. അതിനിടയിൽ ഞാൻ എങ്ങനെ അതേക്കുറിച്ചിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാനത് മറച്ചു നോക്കിയിരുന്നു. മാതൃഭൂമിയിൽ അയച്ചു തന്നപ്പോൾ ഞാനത് മറച്ചു നോക്കിയിരുന്നു. പക്ഷേ ഓർത്തെടുത്ത് അതിനെക്കുറിച്ചൊന്ന് എഴുതാൻ ഈ സാഹചര്യത്തിൽ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് വളരെ വികാരാധീനനായി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ സാർ, ഒരു പേജിലുള്ള ഒരു കുറിപ്പെങ്കിലും എഴുതി തരണം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങ് അസ്വസ്ഥമാകുകയാണ്. ഞാൻ കുഴപ്പമില്ല സാർ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഞാൻ ഒരു കുസൃതി ചോദ്യം ഉന്നയിച്ച്, സാർ, എൻ്റെ മുഖവും കാണാൻ അത്ര മോശമൊന്നുമല്ല. ഈ ചിത്രത്തിൽ എനിക്ക് ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ഒരു മാറ്റം, ആ വിഷമത്തിൽ നിന്നും ഒരു സന്തോഷത്തിലേക്കുള്ള തുടക്കമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹം തൊട്ടടുത്ത മുറിയിലുള്ള പ്രതാപപോത്തനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. നോക്കട്ടെ, ഞാൻ പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്താം ശരവണനെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ, എങ്കിൽ പിന്നെ തിരക്കഥ എഴുത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് തൊഴുകയോടെ ഇറങ്ങുമ്പോൾ
മേശമേൽ നിറയെ പേപ്പറുകൾ ഇങ്ങനെ കുത്തിക്കുറിച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം വാതിലിനരികിൽ വരെ എത്തി. രണ്ടാമത്തെ നിലയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഞാൻ പോകുന്നത് അദ്ദേഹം നോക്കി നിന്നത്. അതാണ് ആദ്യത്തെ സമാഗമം. അതിനുശേഷം 86-ലും ഒക്കെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എനിക്ക് വളരെ വിശദമായി അയച്ച ഒരു കത്താണ് ഈ കാണുന്നത്. 2/7/1986 അയച്ച ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിയർ മിസ്റ്റർ ശരവൺ മഹേശ്വർ, കത്ത് കിട്ടി, പുസ്തകവും. ഞാൻ 2-3 മാസമായി സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് മറുപടിക്ക് വൈകി. സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വിജയം നേരുന്നു. അഭിനയ കാര്യത്തിൽ ഞാനിനി കുറേ നാൾ ആക്റ്റീവല്ല. ചിലരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നോക്കാം. ആശംസകളോടെ MT. ഇന്ന് ഞാൻ ഇതിവിടെ പറയാൻ കാര്യം, ഇത്രയും വലിയ മനസ്സുള്ളൊരു വ്യക്തി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. സിനിമയുടെ ചിത്രീകരണമൊക്കെ തുടങ്ങാറായപ്പോൾ ഞാൻ കരുതി ഞാനന്ന് തമാശയ്ക്ക് വേണ്ട പറഞ്ഞതാണ്, അദ്ദേഹം വിളിക്കുകയില്ലെന്നൊന്നും അറിയില്ല. എൻ്റെ പ്രധാന ലക്ഷ്യം ശങ്കജം എന്നുള്ളൊരു നോവലിനൊരു അവതാരിക എഴുതി കിട്ടണം എന്നതായിരുന്നു. ഒരു കത്ത് വന്നു. ആ കത്താണ്. ഈ കത്തിന് ശേഷം പിന്നീട് മറ്റൊരു കത്ത് കൂടി വന്നു. ഷൂട്ടിംഗ് തുടങ്ങിയാണ്. ശരവൺ മഞ്ചേരിയിൽ വരൂ. ഞാനങ്ങനെ വീണ്ടും സന്തോഷവാനായ മഞ്ചേരിയിൽ ചെല്ലുന്നു. ആകെ 2 സീൻ. അതിന് കിട്ടിയ പ്രതിഫലവും 101 രൂപയാണ്. പ്രതിഫലവും അതൊന്നും ഇവിടെ പറഞ്ഞതല്ല. അവിടെ നടന്ന മറ്റൊരു സംഭവം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. തിലകൻ ചേട്ടൻ ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിനിടയിൽ സംഭാഷണം വായിച്ച് പഠിക്കുന്ന അവസരത്തിൽ ഞാനവിടെ കിട്ടിയ ഒരു ഊഞ്ഞാലിരുന്ന് ആടുകയാണ്. മറ്റുള്ള നടന്മാരെല്ലാം ഉച്ചമയക്കത്തിലാണ്, ഊണെല്ലാം കഴിഞ്ഞ്. അടുത്ത ഋതുസംഗമ പക്ഷി പാടുന്നു എന്നുള്ള ആ പാട്ടിൻ്റെ ചിത്രീകരണം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴും ഞാനതെല്ലാം കണ്ടും ശ്രദ്ധിച്ചും നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞാൻ തിലകൻ ചേട്ടനോട് പറഞ്ഞു, തിലകൻ ചേട്ടാ, ഇതിനൊരു നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ പുച്ഛത്തോടെ പറഞ്ഞു, ഉവ്വേ താനാരാ എന്നെ ജഡ്ജ് ചെയ്യാൻ എന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയ സംസാരമൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ ഉറക്കെയുള്ള സ്വരം കേട്ടിട്ട് MT അകത്തുനിന്ന് ഇറങ്ങി വന്നു. എന്താ ശരവണ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സർ. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, ഇദ്ദേഹം പറയുകയാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്, അത് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ MT പറഞ്ഞൊരു മറുപടിയുണ്ട്. എല്ലാവരെയും മുഖം കണ്ടോ അല്ലെങ്കിൽ ശരീരം കണ്ടോ അവരുടെ മനസ്സ് കണ്ടോ അളക്കാൻ കഴിയില്ല. അവരുടെ കഴിവിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. തിലകൻ അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ ആത്മാർത്ഥതയും അഭിനയമൊക്കെ കണ്ടപ്പോൾ തോന്നിയതൊരു കാര്യമായിരിക്കാം. അപ്പോൾ ആരെയും കണ്ണടച്ച് ഒന്നും തീരുമാനിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ തിലകൻ ചേട്ടൻ ഒന്ന് ചമ്മി. ക്ഷമിക്കണം എന്ന് അതേ ശബ്ദത്തോടുകൂടി പറഞ്ഞപ്പോഴും MT എന്നെയും നോക്കി അദ്ദേഹത്തെയും നോക്കി ഒന്ന് ചിരിച്ചു. അദ്ദേഹം അകത്തേക്ക് കടന്നുപോയി. ആ ചിത്രത്തിൽ ക്ലൈമാക്സിലും ഇതിലും 2 സീനിലാണ് മുഖം കാണിക്കാനും ഒരു ഡയലോഗ് പറയാനും കഴിഞ്ഞത്. സിനിമാ നടനൊന്നുമായില്ലെങ്കിലും ഒരു എഴുത്തുകാരനായി എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ 15 ദിവസം ആ സെറ്റിലുണ്ടായിരുന്നപ്പോൾ പലപ്പോഴും അദ്ദേഹം വന്ന് ചോദിക്കും, കാപ്പി കുടിച്ചോ, ഊണ് കഴിച്ചോ? കാരണം ഒരിക്കലും സെറ്റിൽ നിന്ന് 15 ദിവസം ഉണ്ടായിട്ടും സെറ്റിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അധ്വാനിക്കാണ്ട് ആരുടെയും ഒന്നും സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനസ്സാണ് എൻ്റേത്.
ഞാനിതെല്ലാം ഇവിടെ പറഞ്ഞത് ശരിക്കും മനസ്സ് വേദനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്നുള്ള ഒറ്റ സൃഷ്ടി മതി. നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ലെങ്കിലും എത്രയോ സാഹിത്യകാരന്മാർ ഈ മണ്ണിൽ നിന്നും വിട പറഞ്ഞു. എത്രയോ കലാകാരന്മാർ ഈ മണ്ണിൽ നിന്നും വിട പറഞ്ഞു, ഇപ്പോഴും വിട പറയുന്നു. എൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഈ ലോകം വിടിയൽ മനസ്സിനെ ഇത്ര വേദനിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ ആദരിക്കാനുള്ള കഴിവ്, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിക്കാണ്ട് ഇത്രയെല്ലാം ഉയർച്ചയിലെത്തിയിട്ടും എന്നെപ്പോലെയുള്ള എഴുത്തുകാരെ ബഹുമാനിക്കാനും അവരുടെ മനസ്സിനെ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം അദ്ദേഹം ഓർത്തിരിക്കും എന്നതുകൊണ്ടാണ്. ശരിക്കും രാവിലെ എണീറ്റ് കുളിച്ച് മണ്ഡലപൂജയൊക്കെ അല്ലേ, അമ്പലത്തിലൊക്കെ പോകാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ടി വിയിൽ വന്ന ഈ വാർത്ത കേൾക്കുന്നത്. ശരിക്കും വളരെയധികം പ്രയാസമുണ്ട്. കാരണം അവാർഡുകളും ബഹുമതികളും എല്ലാം നേടിയിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വന്നില്ല എന്നതാണ് പ്രാധാന്യം ഉള്ളത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാലാനുവർത്തിയായ ഈ ലോകത്ത് കാലത്തിലൂടെ കടന്നുപോയ MT എന്ന ആ വലിയ പ്രതിഭയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടല്ലാതെ ഓർക്കാൻ കഴിയില്ല. അഹന്തയും ഗർവും ഒന്നുമില്ലാതെ ആരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ. പല പ്രതിഭകളെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് അത്രമാത്രം ഭംഗിയാണ്. ഇതൊന്നും അഭിനയമല്ല. ജീവിതത്തിൽ ചിലർ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചാലും കോഴിക്കോടെത്തി വീട്ടിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് സമയം കഴിയും. നിശ്ചലമായ ആ ശരീരം കാണാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. ഒരു 6-7 തവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം സിത്താര എന്ന വീട്ടിൽ വെച്ചും മഞ്ചേരി കോവിലത്തെ ആ 15 ദിവസവും മുണ്ടും മടക്കിക്കുത്തി ഷർട്ടിൻ്റെ ബട്ടൺസ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ബീഡിയും വലിച്ച് നടക്കുന്ന ഒരു MT. അദ്ദേഹം സംസാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ കൂടെ നിന്ന് ആ 15 ദിവസവും ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ആ MT ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിനിടയിൽ ഒരാളിനോട് ചിത്രീകരണത്തെക്കുറിച്ചും ഫിൽറ്റർ ഇടുന്നതിനെക്കുറിച്ചും ലൈറ്റപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ്
കൈകൊട്ടി വിളിച്ചിട്ട് അകത്ത് പറഞ്ഞു, നന്നായി ശ്രമിച്ചാൽ ശരവണ്ണനും ഒരു സംവിധായകനാകാൻ കഴിയും, അല്ലെങ്കിൽ ഒരു നടനാവാൻ കഴിയും. കാരണം ഈ 15 ദിവസം നിന്നപ്പോൾ നിങ്ങൾ ഇത്രയും ഉൾക്കൊണ്ടുവല്ലോ. ആ സൂക്ഷ്മ നിരീക്ഷണമാണ് ഞാൻ വിലയിരുത്തിയത്. ഈ പറയുന്ന അവസരത്തിൽ അതിൻ്റെ സംവിധായകൻ പ്രതാപോത്തനും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു അഭിനന്ദനം എങ്ങനെ മറക്കാൻ കഴിയും? ശരിക്കും മനസ്സ് വിങ്ങുകയാണ്. ആ അക്ഷരങ്ങൾ, ആ തൂലിക നിലച്ചു. കാലാതീതമായി നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് ഒരിക്കലും മരണമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എത്രയോ പ്രതിഭകളെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു. എത്രയോ അനുഭവങ്ങൾ കോറിയിട്ടിരിക്കുന്നു. മാതൃഭൂമി പത്രാധിപരായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ പലതവണയും കണ്ടിട്ടുള്ളത്. എത്രത്തോളം വിനയത്തോടെയാണ് പെരുമാറുന്നത് എന്ന് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. കാണാൻ ചെല്ലുമ്പോഴൊക്കെ കസേരയിലോ സെറ്റിലോ ഒക്കെ ഇരിക്കുമ്പോഴും നമ്മൾ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം ഉടനെ അവിടെ നിന്ന് എഴുന്നേൽക്കും. എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും എഴുന്നേറ്റ് ഒരു പുഞ്ചിരി, ശരി ഇരിക്കൂ എന്നുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം സ്നേഹത്തിൻ്റെ നിഴൽ തെളിയുന്നത് കാണാം. ഒടുവിൽ അദ്ദേഹത്തെ കണ്ടു മടങ്ങുമ്പോൾ, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എഴുതുക, എഴുതി തെളിയുക. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. എഴുതുക, എഴുതി തെളിയുക, നന്നായി വരും എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തലോടി. അപ്പോൾ പോകാനായിട്ട് ബാഗുമായി ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ചു. ആ സമയത്ത് അവിടെ നിന്നവർ എല്ലാം പ്രഗത്ഭരായ നടീനടന്മാരായിരുന്നു. ശ്രീ ബാലചന്ദ്ര മേനോനും വിനീതും തെളിയൻ ചേട്ടനും നെടുമുണിയും കുട്ടിയടത്ത് വിലാസനിയും ശാന്തകുമാരിയും ഗീതയും, അങ്ങനെ നിരവധി പേർ. സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ദിനമാണ്, തിരക്കോട് തിരക്ക്. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ തൊട്ട് വന്നിക്കുന്നതും തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നതും. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കോവിലകത്തു നിന്നും കുറേ ദൂരം വയൽവരമ്പിലൂടെ നടക്കണം. കണ്ണെത്താ ദൂരത്ത് മറയുന്നത് വരെ ഞാനവിടെ നിന്നപ്പോഴും അദ്ദേഹം താടിക്കിങ്ങനെ കൈ കൊടുത്ത് എൻ്റെ ആ പോക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതാണ് ഞാൻ അവസാനമായി അദ്ദേഹത്തെ കണ്ട ദൃശ്യം. ഇന്ന് ഈ വാക്കുകൾ പറയുമ്പോഴും ശരിക്കും മനസ്സും ശരീരവും വേദനിക്കുകയാണ്. വിസ്മൃതിയിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ ജന്മം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇത്തരുണത്തിൽ പറയാനില്ല.
അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും എൻ്റെ ഈ കാലം കഴിയുന്നതുവരെയും അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഓർമ്മകൾ ഓർത്തുകൊണ്ടും ആ വലിയ എഴുത്തുകാരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമസ്കാരം.